KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ദേശീയപാത തകർന്ന കൂരിയാട് സന്ദർശനം നടത്തുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയപാത തകർച്ച UDF പ്രധാന വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സന്ദർശനം നടക്കുന്നത്. സമീർ ബിൻ കരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സമീർ, പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA ഇപ്പോൾ ദേശീയപാത തകർന്ന കൂരിയാട് സന്ദർശനം നടത്തി മടങ്ങുകയാണ്. പ്രധാനമായും ഈ റോഡ് തകർന്ന സർവീസ് റോഡിലടക്കം അദ്ദേഹം സന്ദർശിച്ചു. സ്ഥിതിഗതികളൊക്കെ തന്നെ മനസ്സിലാക്കിയ ശേഷമാണ് ഇപ്പോൾ മടങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയപാത തകർന്നത് UDF പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സാഹചര്യത്തിലാണ് ഈ സന്ദർശനം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ നിർമ്മാണത്തിലുണ്ടായിരുന്ന അപാകതയും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും വീഴ്ചയുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് നേരത്തെ തന്നെ UDF ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ദേശീയപാത തകർന്ന സ്ഥലത്ത് PK കുഞ്ഞാലിക്കുട്ടി സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂരിയാട് KPCC അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തി ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കൂരിയാട് ദേശീയപാത തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ടായത്. പിന്നാലെ വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് UDF പ്രതിസ്ഥാനത്ത് നിർത്തി വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മന്ത്രി തുടർച്ചയായി ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ തന്നെ ഏറ്റെടുത്തിരുന്നെങ്കിലും ഈ തകരുന്ന സമയത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവരൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് പ്രധാനമായും UDF ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ളതായിരുന്നു വിമർശനം. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാർ അടക്കം ശക്തമായ നടപടിയിലേക്ക് കടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഈ പൂർണ്ണമായും പൊളിച്ചുകൊണ്ട് കൂരിയാട് 1 കിലോമീറ്ററോളം പൊളിച്ചുകൊണ്ട് 400 മീറ്റർ നീളത്തിൽ വാഡക്റ്റ് നിർമ്മിക്കണമെന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ്. അത്തരം നടപടിക്രമങ്ങൾ ഒരുപക്ഷെ അല്പദിവസത്തിനകം തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ചില നിർമ്മാണ പ്രവൃത്തികൾ ഈ റോഡിൽ നടക്കുകയാണ്. ഈ സർവീസ് റോഡ് തുറന്നു കൊടുക്കാൻ വേണ്ടി പ്രധാന റോഡിന്റെ ഉയരവും വെയിറ്റും എല്ലാം തന്നെ കുറക്കുന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ KPCC അധ്യക്ഷൻ ഈ സന്ദർശനം പൂർത്തിയാക്കി വരികയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്യും. സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ തന്നെയാണ് UDFന്റെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ അദ്ദേഹം പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA അദ്ദേഹം കൂരിയാട് എത്തി തകർന്ന ദേശീയപാത അത് നോക്കിക്കണ്ടു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ ഒരുങ്ങുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസും UDFും. സണ്ണി ജോസഫ് MLA ദേശീയപാതയുടെ തകർച്ചയുടെ കാരണങ്ങൾ നിർമ്മാണത്തിലെ വ്യക്തമായ അപാകതയാണ്, അശാസ്ത്രീയ നിർമ്മാണമാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിച്ചതിലും അതുപോലെ തന്നെ ഈ ഇവിടെ സത്യത്തിൽ ഇങ്ങനെയല്ല റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നത്. ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും ഇതിനായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയും ഈ കാര്യം നേരത്തെ അധികാരികളെ അറിയിച്ചതാണ്. നിയമസഭയിലും അതുപോലെ ജില്ലാ വികസന സമിതി യോഗങ്ങളിലും മരാമത്ത് വകുപ്പിൻ്റെ യോഗങ്ങളിലുമെല്ലാം ഇവിടുത്തെ ജനപ്രതിനിധികൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടിയതാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും, ആർക്കും മനസ്സിലാവും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആർക്കും തിരിയും. ഇതിന് വലിയ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ ആവശ്യമില്ല. നിർമ്മാണത്തിലെ ശക്തിയായ അപാകതകളാണ്, ഉത്തരമില്ലാത്ത അപാകതകളാണ്. അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. അതാണ് കേരളത്തിലെ പ്രതിപക്ഷം, ഇവിടുത്തെ ജനപ്രതിനിധികൾ, രാജ്യത്തെ പ്രതിപക്ഷം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ശ്രീ KC വേണുഗോപാൽ ഇവിടെ വന്ന് സന്ദർശനം നടത്തി, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി, കമ്മിറ്റി യോഗം ചേർന്ന് അവരുടെ വിശദീകരണം കേട്ടു, അതിൽ അതിർത്തി രേഖപ്പെടുത്തി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് ഇതിനെ ന്യായീകരിക്കുന്ന നടപടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് പരാതികളും അപാകതകളും ചൂണ്ടിക്കാട്ടിയ KC വേണുഗോപാലിനെ വിമർശിക്കാനാണ് കേരളത്തിലെ മരാമത്ത് വകുപ്പ് മന്ത്രി സമയം ചെലവഴിക്കുന്നത്. അദ്ദേഹം ഈ കൂരിയാട് വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂരിയാട് കേരളത്തിലല്ലേ, കോഴിക്കോടിനും സമീപത്തല്ലേ, അദ്ദേഹം ബേപ്പൂരിൻ്റെ ജനപ്രതിനിധിയല്ലേ. എത്രയോ വട്ടം ഈ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ആ അവകാശവാദങ്ങൾ തകർന്നു വീണപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ചാൽ ജനങ്ങൾ വിടില്ല. ജനങ്ങൾക്കിത് മനസ്സിലാവും. വലിയ അപാകതയാണ്, നിരുത്തരവാദപരമായ പ്രവർത്തനമാണ്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഉത്തരവാദികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരും. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. UDFും കോൺഗ്രസ് പാർട്ടിയും അതിശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. നിലമ്പൂരിലും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം തന്നെയാണോ ദേശീയപാത? പല വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണിത്. കാരണം അത്
കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും തെറ്റായ സമീപനങ്ങളുടെയും നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെയും ഒരു അടയാളമാണ്. ദേശീയപാത ഒരു സ്ഥലത്തല്ല. കൂരിയാട് PCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA സന്ദർശനം നടത്തി. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.